ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 63. അപ്പോൾ ഇന്ന് തുടക്കം തന്നെ ബിഗ് ബോസ് ആദ്യം ഒരു ടാസ്ക് കൊടുത്തു. ആ ടാസ്ക് വെച്ചപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു ഇവർ ഈ സീസണിലുള്ള കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് ഇവർ ബിഗ് ബോസിൽ പറഞ്ഞ കുറ്റങ്ങൾക്ക് ബിഗ് ബോസ് എന്തായാലും തിരിച്ചൊരു അടി കൊടുക്കുന്നുള്ളത്. അത് ലാലേട്ടൻ വന്നതോടുകൂടി അത് സെറ്റായി. പക്ഷേ അതിൽ പലരും വളരെ ജെന്യൂനായിട്ടാണ് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ബിഗ് ബോസ് ഈസ് എ സാഡിസ്റ്റ് ആണ്, ബിഗ് ബോസ് സാഡിസ്റ്റ് ആണ്. ശരി തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒന്നര കണ്ടസ്റ്റൻ്റ് എന്നുള്ള എനിക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിടുന്ന എന്തിനാ? തല്ലുണ്ടാക്കണം. ആ തല്ലുണ്ടാക്കാനുള്ള എല്ലാ കുരുട്ടും കുശുമ്പും കുഞ്ഞായ്മയും തരുന്നവരാ ബിഗ് ബോസ് ആണ്. കാശും തരും, തല്ലിക്കും ചെയ്യും. എന്നിട്ട് ലാലേട്ടൻ വന്ന് തല്ലരുത് എന്നും പറയും. എന്നിട്ട് പിന്നെയും പോവും, പിന്നെയും വരും, പിന്നെയും തല്ലിക്കും, പിന്നെയും കച്ചറ ഉണ്ടാക്കും, പിന്നെയും വന്നിട്ട് പറയും തല്ലരുത് എന്ന് പറയും. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഇത് അനുഭവിച്ച ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കണ്ടസ്റ്റൻസ് പറഞ്ഞത് ശരിയാണ്. അതിൽ ബിഗ് ബോസിന് ഇപ്പോൾ സങ്കടം തോന്നിയിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകില്ല. അല്ലെങ്കിൽ പിന്നെ സീസൺ എന്താ, ഭജനയ്ക്ക് പോയാൽ പോരെ, കഴുത്തിൽ മാലയിട്ടിട്ട് ഭസ്മം കൂട്ടിയിട്ട് ബിഗ് ബോസ് പറയുന്ന പോലെ ലാലേട്ടൻ പറഞ്ഞ് കേട്ട പോലെ. അവർക്ക് ആവശ്യം എന്താ? നമ്മൾ തല്ലുണ്ടാക്കുന്ന വിൽക്കുന്ന. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ അവരെന്ത് ചെയ്യും? ഇട്ട് തരും. ആ സാധനങ്ങളിൽ വള്ളി പിടിച്ച് തല്ലുണ്ടാക്കേണ്ടത് നമ്മൾ ചെയ്യും വേണം. ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥയാവും. തല്ലുണ്ടാക്കാൻ പോകാത്തപ്പോൾ ലാസ്റ്റ് എന്തായി? ഞാൻ മുനിയായി പോയല്ലോ. അതാണ് അവസ്ഥ. അപ്പോൾ ആ കാര്യം ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനോട് ഞാൻ യോജിക്കുന്നു ആസ് എ പ്രീവിയസ് കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയ്ക്ക്. ഓക്കെ. പിന്നത്തെ ഒരു വിഷയം വന്നത് എന്താണെന്നുണ്ടെങ്കിൽ, വീട്ടുകാർ വന്നു പോയ സമയത്ത് ഉള്ള ഇവർക്കുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് അടുത്തൊരു സെഗ്മെൻറ്റ് പോയിട്ടുള്ളത്. ഈ വീട്ടുകാർ വന്നു പോയതിൽ ഹാപ്പി അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ. ഗിസൈലിൻ്റെ അമ്മ വന്നു പോയതിൽ ഗിസൈൽ ഭയങ്കരമായിട്ടുള്ളൊരു സാഡ് ഫേസാണ് കാണിച്ചത്. അതിനുശേഷം നമ്മളെ നെവിനും സെയിം ആയിരുന്നു. നെവിനും ഇവർ വന്നു പോകുന്നതിൽ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ വന്നു പോയതിനും ബാക്കി പരിപാടികളിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, അവർ ഓക്കെയാണ് എന്നുള്ള രീതിക്ക് അവരും പറഞ്ഞിട്ട് പോയി. ഓക്കെ. ഇതിന് ശേഷമാണ് മെയിനായിട്ടുള്ള കോണ്ടൻറ്റുകളുടെ ഒരു വരവ്. മെയിൻ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ഭക്ഷണത്തിനടിയും ബാക്കി പരിപാടിയൊക്കെ മാറ്റി വയ്ക്കുക. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ അനു എക്സ്പോസ്ഡ് ആവുന്നു. അനുമോളെ എക്സ്പോസ് ആവാൻ വേണ്ടി മാത്രം ഈ സീസണിൽ കയറിയൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പറയും, മാറ്റി പറയും, അടുത്ത പിടിക്കും, അടുത്ത പറയും, വീക്കെൻഡ് പോവും, ഏറെ പോവും. ഇത് അനുമോൾക്ക് സ്ഥിരം പാറ്റേണാണ്. ഒനീലിൻ്റെ കേസ്, ഒനീൽ അക്ബർ വിഷയം, ഞാൻ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് ഏറ്റവും കൂടുതൽ കാത്തുന്നത് ഒനീൽ അക്ബർ വിഷയത്തിനാണ്. കാരണം ഒനീൽ അക്ബർ വിഷയത്തിൽ ബിഗ് ബോസ് ആ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്ത് കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് വളരെ കൃത്യമായത് കാണിച്ചു. എന്നാലും അതിൻ്റെ മുകളിൽ ഒനീൽ ആർഗ്യൂ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഗിസൈലിന് കാര്യം മനസ്സിലായി, ഷാനവാസിന് സംഗതി കിട്ടി. പക്ഷെ ഒനീൽ പുറത്തായതുകൊണ്ട് ഇനിയിപ്പോൾ അത് യൂസ് ചെയ്യാൻ ഷാനവാസിന് പറ്റില്ല എന്നുള്ളൂ. ഷാനവാസ് പറഞ്ഞാൽ മീച്ചക്ക് പിടിച്ച് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അക്ബറാണ് എക്സ്പോസ്ഡ് ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. കൃത്യമായിട്ട് ആ ക്ലിപ്പുകൾ ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് ബിഗ് ബോസ് കാണിച്ചുകൊണ്ട് അവിടെ എക്സ്പോസ്ഡ് ആയത് ഒനീലിൻ്റെ ഗെയിമായിരുന്നു. ഓക്കെ. പിന്നെ ഈ ആര്യൻ ഗിസൈലിൻ്റെ ഒരു എന്താ പറയുക ഫൈറ്റ് സാധനം, ഒക്കെ ഒരു പൊസസീവ് സാധനം അല്ലെങ്കിൽ ഫൈറ്റ് സാധനം, അതിപ്പോൾ നമ്മൾ അറിയുന്നത് ഗിസൈൽ പുറത്തായി എന്നുള്ള സ്കീമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇറലവൻറ്റ് കണ്ടൻറ്റാണ്. ആ കണ്ടൻറ്റിനോട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഓക്കെ. മേ ബി എന്താ പറയുക, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അൺഡിഫൈൻഡ് റിലേഷൻ എന്ന് പലരും പറയുന്ന, എനിക്കതൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് തോന്നിയത്. ഗിസൈലാണ് മാറുന്നതോട് അല്ലെങ്കിൽ പോകുന്നതോട് കൂടിയിട്ട് ആരും കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആവും. ആര്യൻ്റെ ഗെയിം ഒന്നും കൂടി ഒന്ന് വേഴ്സറ്റൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആര്യൻ ഇനി വേറെ ഒന്നും ഇല്ലല്ലോ, ഫോക്കസ് ചെയ്യാൻ വേറെ കാര്യങ്ങളില്ല, അല്ലെങ്കിൽ വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ആ വീട്ടിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ആര്യനൊന്നും കൂടി ഇറങ്ങി കളിക്കും കാര്യങ്ങളിലേക്ക്. അപ്പോൾ അതൊരു ആര്യന് പ്ലസ്സാണ്. ഓക്കെ. ഗിസൈലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ഗെയിം കളിച്ച് മുന്നോട്ട് അധികം പോകാനും പറ്റില്ല എന്നുള്ള കാര്യമുള്ളത് കൊണ്ട് ഗിസൈൽ പോവില്ല. ഗിസൈലിൻ്റെ ഇത്രയേ ഉള്ളൂ. ഗിസൈലിന് ഇനി മുന്നോട്ടുള്ളൊരു കോണ്ടൻറ്റ് ഇല്ല എന്നുള്ള കാര്യം തന്നെ ഏറെക്കുറെ ഉറപ്പായ സമയത്താണ് ഗിസൈലിൻ്റെ ഒരു പുറത്ത് പോവുകയാണെങ്കിൽ. ഓക്കെ. നാളത്തെ ഒരു എപ്പിസോഡ് വരെ നമ്മൾ കാത്തിരിക്കണമല്ലോ. പിന്നെ ഈ വീട്ടിനകത്ത് ഇവർ ഈ പറയുന്ന അപരാധ കണ്ടൻറ്റ്, ഓക്കെ, വേസ്റ്റ് ഗെയിം അപരാധ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം, ഇത് ഇനി ഈ വീട്ടിനകത്ത് വരും. കാരണം ഇതിനകത്ത് ഗെയിമിൽ നിന്ന് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ അവർക്കൊണ്ട് നടക്കുന്നില്ല. അപ്പം പിന്നെ അവർക്ക് ഇമാതിരി അപരാധം പറഞ്ഞിട്ടല്ല മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പോൾ ഈ ഗ്യാങ്ങുകൾ അതിൽ തന്നെ കുറച്ച് പേരെടുത്ത് പറയണം, ഷാനവാസ്, അനുമോൾ, ഇവർ ഈ സാധനം പിടിക്കും. പക്ഷെ ഗിസൈൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് നടക്കും എന്നുള്ളത്, ആര്യൻ്റെ ആ ഒരു കണ്ടൻറ്റ് അനുമോൾക്ക് പിന്നെ പിടിക്കാൻ പറ്റില്ല. ആ എത്തിനോട്ടാണ് നിന്ന് കിട്ടി. പിന്നെ ഇപ്പോൾ ഒനീലിൻ്റെ ഒരു പോക്കോട് കൂടിയിട്ട് അവിടെ അഭിലാഷ് ഒനീൽ അങ്ങനത്തെ ആ ഒരു
ആ ഒരു സ്റ്റേജ് അങ്ങോട്ട് ഒഴിഞ്ഞു. ഓക്കെ, അവരായിരുന്നു അങ്ങനെ ഈ പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യുന്നു തോന്നിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു പോയിരുന്ന ആളുകൾ. ഓക്കെ, അപ്പോൾ അക്ബർ, ഒനീൽ, ഇപ്പോൾ അഭിലാഷിൻ്റെ പോക്കോട് കൂടിയിട്ട് അക്ബർ ഒനീലൊക്കെ ഒന്നും ഇങ്ങനെ ഗ്യാങ്ങായി വന്നായിരുന്നു. ഒനീലിൻ്റെ ഒരു പോക്കോട് കൂടിയിട്ട് എന്തായി, അക്ബർ വീണ്ടും ഒരു സീനിലേക്ക് ഇങ്ങനെ, അതായത് ഒറ്റപ്പെടൽ സീനിലേക്ക്. ഇതുകൊണ്ട് ബെനിഫിറ്റബിൾ ആരറിയാം? അക്ബർ സംഗതി എന്താണെങ്കിലും ഒറ്റയ്ക്കുള്ള ഗെയിം കൊണ്ട് ഇനി മുന്നോട്ട് പോകും. ആര്യനും ഒറ്റയ്ക്കുള്ളൊരു ഗെയിം കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഹൈ ചാൻസസ് ആണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഒനീലിൻ്റെ എവിക്ഷൻ, അതിൽ എല്ലാവർക്കും അത്യാവശ്യം സങ്കടമുണ്ട്. ബട്ട് ഒനീൽ വാസ് ഹാപ്പി. ഒനീൽ ഭയങ്കര ഹാപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒനീലിന് അങ്ങനത്തെ സീനൊന്നുമില്ല. പിന്നെ ഈ കേക്ക് കൊണ്ടുവരുമ്പോഴുള്ള അടി, അനുമോളുടെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അനുമോളുടെ ഗിസൈലിനോടുള്ള, അതും കട്ടാവും. ഇതിലിപ്പോൾ ഗിസൈൽ എവിക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഗിസൈൽ ആര്യൻ ലൈന് കട്ടായി, അനുമോൾ ഗിസൈൽ ലൈന് കട്ടായി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കട്ടാകുമ്പോൾ ഇനി കളിയിൽ മാറ്റങ്ങൾ വരും. കാരണം ടാസ്കുകൾ കൂടുതൽ കൊടുക്കാൻ ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞാൽ ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അടി വരും. ഈ പേഴ്സണൽ വെണ്ടയ്ക്കാന്ന് പറഞ്ഞവർ ഉണ്ടാക്കുന്ന സാധനത്തിൽ നിന്നൊക്കെ കുറേ മാറി, എനിക്ക് തോന്നുന്നത് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഏർലി ആയിട്ട് ഇവർ ഫാമിലീനെ കൊണ്ടുവന്നത്. കാരണം യൂഷ്വൽ ലാസ്റ്റിലേക്കാണല്ലോ ഇത് വരാറ്. ഇപ്പോൾ വരുന്നതോട് കൂടിയിട്ട് എന്തായി, ഇവർക്ക് പുറത്ത് എന്താണെന്നുള്ളതിന് ക്ലൂ കിട്ടുമ്പോൾ ഇവർ കളി മാറ്റും. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കണ്ടസ്റ്റൻസും കൂടി മാറി പോകുന്നതോട് കൂടിയിട്ട് എന്താ, ഇവർക്കൊരു വേറെ രീതിയിൽ കളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഓക്കെ, അങ്ങനെ നമ്മളുടെ സാബുമാൻ എന്തായാലും സാബുമാൻ തുടരും, അതെന്തായാലും ഉറപ്പായി. സാബുമാൻ എന്തായാലും തുടരും. ചിലപ്പോൾ ടിക്കറ്റ് ഫിനാലെ അടിച്ചിട്ട് ടോപ്പ് 5 എത്തിയാലും എത്തും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു വഴി എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാര്യമായിട്ട് ഇങ്ങനെ വലുതായിട്ട് ഇനി ഞാൻ അങ്ങോട്ട് വലിച്ചു കിട്ടുന്നില്ല. ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത നാളത്തെ എപ്പിസോഡിൽ ഗിസൈലിൻ്റെ പോക്കിൽ ബിന്നീൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചൊക്കെ പറയുന്നത് വളരെ ഷോർട്ടായിട്ട് ഞാൻ പോകാൻ കാരണം ഞാൻ മുംബൈയിലാണ്, കുറച്ച് പരിപാടികളിലൊക്കെയാണ്. അതുകൊണ്ടാണ് നാളെ മുതൽ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ബാക്ക് ടു ട്രാക്ക് കയറാം. ഓക്കെ.